ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഡെയിലി നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലോട്ട് കിടക്കാം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുന്നേ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോനെ ആസ്പദമാക്കി ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ഓർത്തെടുത്ത് പോവാം. PR ശ്രീജേഷിന് അർജുന അവാർഡ് ലഭിച്ച വർഷം. PR ശ്രീജേഷിന് അർജുന അവാർഡ് ലഭിച്ച വർഷം. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ വിജ്ഞാൻ യുവ പുരസ്കാരം നേടിയ വ്യക്തി. വിജ്ഞാൻ യുവ പുരസ്കാരം നേടിയ വ്യക്തി. നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട കായിക ഇനം. നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട കായിക ഇനം ഏത്? ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കാൻ PR ശ്രീജേഷും മനു ഭാക്കറും. അപ്പോൾ PR ശ്രീജേഷ് ഹോക്കിയിലും മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. രണ്ടുപേർക്കും വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഹോക്കി ടീമിലെ ക്യാപ്റ്റനായിരുന്നു നമ്മൾ PR ശ്രീജേഷ്. ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷും മനു ഭാക്കറും ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരംഭത്തിൽ ഒളിമ്പിക്സ് ആരംഭിക്കുന്ന സമയത്ത് ഒളിമ്പിക്സ് പതാക വഹിച്ചത് ആരൊക്കെയായിരിക്കും? PV സിന്ധുവും അജന്ത ശരത് കമലും. PV സിന്ധു ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടതും അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരവുമാണ്. ആഗസ്റ്റ് 10 രാജ്യാന്തര സിംഹദിനം. ഗുസ്തിയിൽ അമൻ ഷറാവത്തിന് വെങ്കലം. അപ്പോൾ ഇന്ത്യക്ക് ആകെ ഒളിമ്പിക്സിൽ 6 മെഡലാണ് ലഭിച്ചത്. അതിനകത്ത് 6ാമത്തെ മെഡൽ എന്ന് പറയുന്നത് നേടിയത് അമൻ ഷറാവത്താണ്. അദ്ദേഹത്തിന് ലഭിച്ചത് വെങ്കല മെഡൽ. സിസോദിയ ജയിൽ മോചിതൻ. ഡൽഹിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു സിസോദിയ. അദ്ദേഹം ജയിൽ മോചിതനായി. പ്രധാനമന്ത്രി വയനാട്ടിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കും. ഞാൻ ഈ മന്ത്രിമാരെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു പോവുക. കണ്ണൂരിലേത് വൈവാക്സ് മലമ്പനി. അപ്പോൾ മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ്. അപ്പോൾ വൈവാക്സ് മലമ്പനി എന്ന് ചോദിച്ചാൽ അനോഫിലസ് സ്റ്റിഫൻസി എന്നാണ് ആൻസർ ചെയ്തത്. അപ്പോൾ കണ്ണൂരിലേത് വൈവാക്സ് മലമ്പനിയാണ്. അത് പരത്തുന്നത് അനോഫിലസ് സ്റ്റിഫൻസി. പ്രമേയവുമായിട്ട് പ്രതിപക്ഷം ഉപരാഷ്ട്രപതിയെ നീക്കണം. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാ? ജഗദീപ് ധൻകർ. അപ്പോൾ നമ്മളെ രാജ്യസഭേൻ്റെ അധ്യക്ഷനും ആരായിരിക്കും? എപ്പോഴും രാജ്യസഭേൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്, രാജ്യസഭ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ രണ്ടിനും ഒറ്റ ആൻസറാണ്, ജഗദീപ് ധൻകർ. അപ്പോൾ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണിപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭയ്ക്ക് ഉപരാഷ്ട്രപതിയെ ഇംപീച്ച്മെൻറ്റിലൂടെ വേണമെങ്കിൽ പുറത്താക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 67. അപ്പോൾ ആർട്ടിക്കിൾ 67 പ്രകാരം നമുക്ക് രാജ്യസഭയിൽ നിന്ന് ഉപരാഷ്ട്രപതിനെ ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാൻ പറ്റും. അപ്പോൾ അതിനെന്തൊക്കെയാണ് കുറച്ച് അതായത് രാജ്യസഭയിൽ നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷവും ലോക്സഭയിലെ കേവല ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഉപരാഷ്ട്രപതിനെ പുറത്താക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ രാജ്യസഭയിൽ നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം, അതുപോലെ ലോക്സഭയിലെ കേവല ഭൂരിപക്ഷവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കിപ്പോവാം. ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് PR ശ്രീജേഷും മനു ഭാക്കറും. ആഗസ്റ്റ് 10 രാജ്യാന്തര സിംഹദിനം. ഗുസ്തിയിൽ അമൻ ഷറാവത്തിന് വെങ്കലം. അപ്പോൾ വെങ്കല മെഡൽ 6ാമത്തെ മെഡലായിട്ടാണ് കൂട്ടുന്നത്. 6ാമത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ 6ാമത്തെ മെഡലാണ് അമൻ ഷറാവത്ത് നേടിയത്. സിസോദിയ ജയിൽ മോചിതനായി. പ്രധാനമന്ത്രി വയനാട്ടിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കും. കണ്ണൂരിലേത് വൈവാക്സ് മലമ്പനി. അപ്പോൾ മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകാണെന്ന് ഓർത്ത് വെക്കണം. പ്രമേയവുമായി പ്രതിപക്ഷം. അപ്പോൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. നെക്സ്റ്റ്, സാമൂഹ മാധ്യമമായ എക്സിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് വെനസ്വേല. 10 ദിവസത്തേക്ക് വെനസ്വേല സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് വിലക്കേർപ്പെടുത്തി. ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇലോൺ മസ്കിൻ്റെ സമൂഹ മാധ്യമമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആരതാ? ഇലോൺ മസ്കിൻ്റെത്. അപ്പോൾ നിദ ഷഹീർ 26 വയസ്സ് മാത്രമേ ഉള്ളൂ. അവരാണ് പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷൻ. അപ്പോൾ കൊണ്ടോട്ടി നഗരസഭയിലെ നിദ ഷഹീറാണ് പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാനത്ത്. ഇനി തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യത്തിൽ നിന്ന് ഇന്ധനം നിർമ്മിക്കുന്ന ആദ്യ പ്ലാന്റായി തിരുവനന്തപുരം. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ 6ാമത്തെ മെഡൽ അമൻ ഷറാവത്ത് ഗുസ്തിയിൽ നേടി. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ ടീമിനായി പതാക ഏന്തുന്നത് PR ശ്രീജേഷും മനു ഭാക്കറും.
ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് PT ഉഷ. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ നെതർലാൻഡിന് സ്വർണം. ഇപ്പോൾ ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലാൻഡാണ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ പരിശീലകനാകുന്നത് PR ശ്രീജേഷ്. അപ്പോൾ PR ശ്രീജേഷ് ഈ ഒളിമ്പിക്സിന് ശേഷം അല്ലേ, അപ്പോൾ തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട് PR ശ്രീജേഷ്. ഈ 2024 പാരീസ് ഒളിമ്പിക്സോട് കൂടി അദ്ദേഹം നമ്മുടെ അന്താരാഷ്ട്ര ഗെയിംസിൽ നിന്ന് വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ പരിശീലകനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ PR ശ്രീജേഷ് ഏത് കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? ഹോക്കി. താങ്ക് യു ഫോർ വാച്ചിങ്.